ഫെലൈൻ ക്ലബ് ഓഫ് ഇന്ത്യ കൊച്ചിയിൽ സംഘടിപ്പിച്ച പൂച്ച സ്നേഹികളുടെ സംഗമം ശ്രദ്ധേയമായി. ക്ലബ് എല്ലാ വർഷവും നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് ക്യാറ്റ് ഷോയ്ക്ക് മുന്നോടിയായാണ് പൂച്ചകളെ വളർത്തുന്നവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. പ്രശസ്ത പെറ്റ് കൺസൾട്ടൻസ് ആയ 4 ഡോക്ടർമാർ സെമിനാറിൽ ക്ലാസ് നയിച്ചു. പൂച്ചകളുടെ ക്ഷേമത്തിനും അവബോധത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ സംഘടനയാണ് ഫെലൈൻ ക്ലബ് ഓഫ് ഇന്ത്യ കൊച്ചി. ക്ലബ് എല്ലാ വർഷവും നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് ക്യാറ്റ് ഷോയിന് മുന്നോടിയായി പൂച്ചകളെ വളർത്തുന്നവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ദ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ സൂരജ് കെ, ഡോക്ടർ ശ്രീലക്ഷ്മി എം നായർ, ഡോക്ടർ ഹരികൃഷ്ണൻ NAM, ഡോക്ടർ അന്ന സിസിൽ ജോൺസൺ എന്നിവർ സെമിനാറിൽ ക്ലാസ് നയിച്ചു. ക്ലബ് പ്രസിഡന്റ് സാക്കിബ് പത്താൻ ക്യാറ്റ് ഷോയിന്റെ വിശദാംശങ്ങളും അതിന്റെ നിയമാവലികളും വിവരിച്ചു. ഡോക്ടർ റാണി, രാകേഷ് എന്നിവരും പൂച്ചകളുടെ പരിപാലനം, ആരോഗ്യം എന്നിവയെക്കുറിച്ച് ക്ലാസ് നടത്തി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഉദ്ദേശിച്ചത് അറിവുകൊണ്ടാണ്. ബ്രീഡേഴ്സ് ഉള്ള ഒരു നാടാണ് കേരളം. കോവിഡ് വന്നപ്പോഴാണ് ആ ഒരു മേഖലയിൽ വലിയൊരു വ്യത്യാസം വന്നത്. നമുക്കറിയാം, ഒരുപാട് ബ്രീഡിങ്, ഇൻഡസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ബ്രീഡിങ് നടന്നു. പൂച്ചകളുടെ എല്ലാം ബ്രീഡ്സിലുള്ള ക്വാളിറ്റി കുറച്ചൊക്കെ കോംപ്രമൈസ്ഡ് ആയി. എന്നാലും പൂച്ചകളെ സ്നേഹിക്കുന്ന ഏത് ബ്രീഡായിക്കോട്ടെ, പൂച്ചകളെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടായ്മ നമുക്ക് കേരളത്തിലുണ്ട്. ആ കൂട്ടായ്മയിൽ അവരുടെ ശാസ്ത്രീയമായ പരിപാലനത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഫെലൈൻ ക്ലബ് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഫെലൈൻ ക്ലബ് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് പാർട്ട്ണറായിട്ട്, ഹോസ്പിറ്റൽ പാർട്ട്ണറായിട്ട് കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റൽ ഏതാനും വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രദർശനവും എല്ലാം ഉദ്ദേശിക്കുന്നത് ബോധവൽക്കരണം തന്നെയാണ്. പൂച്ചകൾ എന്ന് പറഞ്ഞാൽ നായ്ക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷീസാണ്, ഡിഫറെന്റ് സ്പീഷീസാണ്. നായയെ പരിപാലിക്കുന്നത് പോലെ എല്ലാം നമ്മൾ പൂച്ചയെ പരിപാലിക്കേണ്ടതാണ്. 200-ൽ പരം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഈ ഒരു മേഖലയുടെ വളർച്ചയാണ് നമ്മൾ അതിനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആളുകളും അതുപോലെ തന്നെ ബോധവൽക്കരണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു മേഖലയെ ഉയർത്താനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഈ ഒരു ഇൻഡസ്ട്രിക്കും ഈ ഒരു മേഖലയ്ക്കും ആവശ്യകതയാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. അതല്ലേ, 7th ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.